ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇതൊരു ഡിഫറെൻറ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. എൻ്റെ മുന്നിലേക്കൊന്ന് ബോക്സ് കണ്ടല്ലോ. ഇത് ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഡീനിയം സെല്ലർ എനിക്ക് അയച്ചു തന്ന ഒരു ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി, കാരണം പുള്ളിയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും ഈ അഡീനിയം സെല്ലറുടെ പേര് ദിനേശ് സൗപർണിക എന്നാണ്. കുറച്ചധികം പേർക്ക് അറിയായിരിക്കും, ഒരുപാട് അഡീനിയം വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഇഫേർട്ട് ഞാൻ കണ്ടത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ യുവ കർഷകരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് ഇഫേർട്സ് ഇടുന്നുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം നാട്ടിൽ മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ട് സ്കൂളുകളിലൊക്കെ പോയിട്ട് യുവ കർഷകരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം ഗിഫ്റ്റിൻ്റെ രൂപത്തിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ആക്ടിവിറ്റീസിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ട് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് വിത്ത് ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെ. ഞാനും അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയൊരു വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒരു പരിപാടി. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്യുന്നത് മൾട്ടി ഗ്രാഫ്റ്റിംഗ് തന്നെ കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്ന പലർക്കും അറിയാം, പലപ്പോഴും 5 മുതൽ 10 വരെ വിവിധ നിറങ്ങളിലുള്ള അഡീനിയം പൂക്കൾ ഒരേ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം സെയിലിന് വെക്കാറുണ്ട്. അതും അധികം അല്ല വില, ആ ചെയ്യുന്ന എഫേർട്ട് അനുസരിച്ചിട്ട് അധികം വില വാങ്ങാതെ തന്നെ ഇത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് എൻ്റെ അഡീനിയം വീഡിയോസ് കാണുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട്, വീടുകളിൽ വന്നിട്ട് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും അറിയോ, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും അറിയോ എന്നൊക്കെ. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരാളെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ദിനേശിയെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു അത്യാവശ്യം വീടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ പുള്ളി സ്വന്തമായിട്ട് അവിടെ ചെയ്തിട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ നിറങ്ങളാണ് ഒരു ചെടിയിൽ ആവശ്യമുള്ളത് അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാനും പുള്ളിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന ചെറിയ ഒരു ലാഭം ഉണ്ടല്ലോ, ഈ ലാഭമാണ് ഈ കുട്ടി കർഷകർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അത്തരം ആവശ്യങ്ങൾക്ക് ഇദ്ദേഹം ഉപയോഗിക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സർവീസ്, ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് കസ്റ്റമൈസ്ഡ് സർവീസ് ചെയ്ത് തരണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഗിഫ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഭംഗിയായിട്ടാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് എന്തായാലും കേട്ടോ. അഡീനിയം ചെടി തന്നെ കേട്ടോ, അതിനോട് പുള്ളി പറഞ്ഞായിരുന്നു. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് കയറ്റി ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പാക്കിംഗ് ഒന്നും ഉണ്ടോ. എന്തായാലും പ്ലാന്റ് സേഫ് ആട്ടോ. യെസ്, വെയിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിത്ത് പോട്ട് അയച്ചിരിക്കുന്ന കേട്ടോ. പോട്ടൊന്നുമില്ല. വലിയ അഡീനിയം പ്ലാന്റ് കേട്ടോ. യെസ്, എന്താ ഇതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം നോക്കിയേ. ഇതൊക്കെ കൊടുക്കാൻ തോന്നുന്ന തന്നെ വലിയ കാര്യം കേട്ടോ. ഇതിലൊരു 12 വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞു കേട്ടോ പുള്ളി. ഇത് ശരിക്കും ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഒരു 4 നിറങ്ങൾ ഇതിലുണ്ടെന്നാണ്. 3 ഗ്രാഫ്റ്റും ഒരു അതിൻ്റെ ബേസ് പ്ലാന്റിൻ്റെ കളർ ഉണ്ടാവുമല്ലോ, ഇതാണ് ശരിക്കുള്ള ആ സ്റ്റോക്ക് പ്ലാന്റിൻ്റെ കോഡക്സ് കേട്ടോ. അതിൽ നിൽക്കുന്ന പൂ കണ്ടോ, നമ്മുടെ സാധാ സിംഗിൾ പെറ്റൽ അഡീനിയം തന്നെയാണ്, ഒരു പൂവേ വന്നിട്ടുള്ളൂ. ബാക്കി 4 കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഒരു ഗ്രാഫ്റ്റ് കണ്ടോ, 3 കളറാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു ഗ്രാഫ്റ്റ് ഉണ്ട്, അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് കളറായിരിക്കും. ഇവിടെ ഒരു ഗ്രാഫ്റ്റ് ഉണ്ട്, അത് വേറൊരു കളറായിരിക്കാം. ഇവിടെ ഒരു ഗ്രാഫ്റ്റ് കാണുന്നുണ്ട് 3. ഇവിടെയും ഉണ്ടോയെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ, 4. ഇനിയും ഇതിൽ വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 കളറുള്ള ഒരു അടിപൊളി കോഡക്സ് ഉണ്ടോ. ഇത്രയും കോഡക്സ് ഉള്ള ഒരു കിടിലൻ അഡീനിയം പ്ലാന്റ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ദിനേശ് ജി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ദിനേശ് സൗപർണിക എന്ന യൂട്യൂബ് ചാനലിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.